നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെൽത്ത് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ടിപ്സൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയല്ലേ? നല്ല റിസൾട്ടാട്ടോ. എല്ലാവരും ഉപയോഗിച്ചോളൂ കേട്ടോ. ഞാൻ തേച്ച് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ കീഴാർനെല്ലിയുടെ താളി തേച്ചു എന്ന് പറഞ്ഞു, അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഈ താമര കേസരം ഉണ്ടല്ലോ, താമര അല്ലി, അത് ചില പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും കേട്ടോ. പറവൂര് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. അല്ലി, താമര അല്ലി എന്ന് പറഞ്ഞ് ഉണങ്ങിയത് കിട്ടും കേട്ടോ. പിന്നെ അതും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പൂക്കടയിൽ നിന്ന് 2 താമര മേടിച്ചാലും മതി കേട്ടോ. പച്ചയ്ക്ക് തേക്കാം നമുക്ക്. ഞാൻ ഈ ഉണങ്ങിയത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ അങ്ങാടിയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഉണങ്ങിയ ഇതാ കിട്ടുന്നത് കേട്ടോ. ചില മിക്ക കടകളിലും കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പൂക്കടയിലൊക്കെ കാണാം, താമര വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് 2 വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് എടുത്താലും മതി കേട്ടോ. ഇതളുകൾ നമ്മൾ അർപ്പിക്കാം, ഭഗവാൻ അർപ്പിക്കുക, അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. നല്ല ഗുണങ്ങളാണ്. മുടിക്ക് നല്ല ചെമ്പ് പോലത്തെ ആവശ്യമുള്ള CBE ഗുണങ്ങളൊക്കെ ഉണ്ട്. അയൺ, ചെമ്പ്, ഇതെല്ലാം മുടിക്ക് ആവശ്യമാണ്. അതെല്ലാം നമുക്ക് അതിലുണ്ടാവും കേട്ടോ, താമര അല്ലിയിലുണ്ടാവും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. എറണാകുളത്ത് തൃപ്പൂണിത്തുറ മരട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ വീട്. അപ്പോൾ ക്ലിനിക്ക് ഇപ്പം അവിടെ ഇല്ല കേട്ടോ. ക്ലിനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇവിടെ ഇല്ല. വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ എല്ലാം ഇതുപോലെ മാറി നിങ്ങൾ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞ പോലെ നോക്കിയോ? മുടി വളരുന്നുണ്ടോ എന്ന് നോക്കിയോ? കുഞ്ഞു കുഞ്ഞു മുടികൾ ശ്രദ്ധിച്ച് നോക്കിയോ? ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. മുടി ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ മുടിക്ക് ഒട്ടും ഉള്ളില്ലാണ്ടായല്ലോ, മുടിയെല്ലാം പോയല്ലോ എന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ അതൊന്നും പേടിക്കണ്ട കേട്ടോ. നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, അയ്യോ എലിവാല് പോലെ പൂച്ചവാല് പോലെ എന്നൊക്കെ നമ്മൾ പറയും, മുടിയെല്ലാം പോയി. പക്ഷെ അതെല്ലാം വരും കേട്ടോ. നമുക്ക് അങ്ങനെ ഇടയ്ക്ക് തോന്നും, അയ്യോ എൻ്റെ മുടിയെല്ലാം പോയല്ലോ, പിടിച്ചു നോക്കുമ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ നമുക്ക് വിഷമോ, അയ്യോ ഇനി എല്ലാ മുടിയും പോകുമോ? ഇല്ലാട്ടോ, പോകുന്നതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, വെള്ളം കുടിക്കുക, പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഞ്ചി എല്ലാവർക്കും അറിയാലോ, ജിഞ്ചർ. ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ ഗുണങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഈ സെൽസ് ഡാമേജിനെയൊക്കെ സ്കാൽപ്പിൽ അതൊക്കെ മാറ്റിത്തരും. മനസ്സിലായോ? പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കി തരും ഇഞ്ചി. തലയിൽ മുടിക്ക് ഷൈനിങ് കിട്ടും. പിന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാതെയാക്കി തരും കേട്ടോ. അപ്പോൾ വേണ്ട എല്ലാം, മുടിക്ക് വേണ്ട വിറ്റാമിൻ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. B1, B2, B12 എല്ലാം ഉണ്ട് കേട്ടോ. വിറ്റാമിൻ C ഉണ്ട്. അപ്പോൾ ഈ ഇഞ്ചി നീര് ഏറ്റവും ഉത്തമമാണ് തലമുടിക്ക്. അതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ രാസ്നാദിപ്പൊടി നിറയെ തിരുമ പറ്റാത്തവർ കേട്ടോ, എന്നിട്ട് ഇത് ഉപയോഗിച്ച് നോക്കിക്കോളൂ. നല്ല ഗ്ലേസിങ്ങും ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. തലോട്ടിൽ തേച്ച് നിങ്ങൾക്ക് വിരലുകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ട് ഇതുപോലെ അരമണിക്കൂർ നിർത്തിയിട്ട് കഴുകിക്കളയാം കേട്ടോ. പിന്നെ കുഴപ്പമില്ലാത്തവർക്ക് വേണമെങ്കിൽ തലമുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ കഴുകിക്കളയാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ടാണ്. നമുക്ക് എങ്ങനെ തേക്കണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് കേട്ടോ ഇഞ്ചിനീര് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി നീരിൽ നമ്മുടെ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, ഒലിവ് ഓയിൽ കുറച്ച് മേടിച്ച് വെച്ചോളൂ കേട്ടോ. ഇതാണ് ഒലിവ് ഓയിൽ. ഈ ഒലിവ് ഓയിൽ 5 ml എടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് മുടി പരിചരണം തുടങ്ങിക്കഴിഞ്ഞാലേ, നമ്മൾ നെല്ലിക്ക, ഇരട്ടിമധുരം, മൈലാഞ്ചി, എള്ള്, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കുറച്ച് സ്റ്റോക്ക് ഇരിക്കട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ എളുപ്പമല്ലോ കേട്ടോ. അതുപോലെ കുറച്ച് ഒലിവ് ഓയിൽ ഒരു 100 ml ആയാലും മതി, മേടിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ 5 ml നമ്മൾ നമ്മുടെ ഇഞ്ചി നീരിൽ ഒഴിക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച്
ഇങ്ങനെ തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ല നല്ലതാണ് നിങ്ങൾക്ക് ഒലിവ് ഓയിലും ഇഞ്ചി നീരും കേട്ടോ. ഇന്നത്തെ പാക്ക് ഒലിവ് ഓയിൽ പ്ലസ് ഇഞ്ചി നീര് കേട്ടോ. ഇത് തേച്ച് നന്നായിട്ട് തേച്ച് മുടി ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് തലോട്ടിലൊക്കെ. പിന്നെ ഇത് ഞാൻ നിങ്ങളെ ഇന്നലെ ആ താമരയല്ലിയുടെ പാക്ക് ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചല്ലോ, അത് തേച്ചതാ കേട്ടോ ഞാൻ മുടി. ഇതാണ്ടോ നല്ല ബ്ലാക്ക് തോന്നുന്നില്ലേ? അത് നെല്ലിക്കയും താമരയല്ലിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പിന്നെ എള്ളും ഉണ്ട്. അപ്പോൾ ഒരു എണ്ണമെഴുക്കും തോന്നുന്നുണ്ട് അല്ലേ? എണ്ണമയം ഉണ്ടോ? അതാണ് എള്ളിൻ്റെ ഒക്കെ ഗുണം കേട്ടോ. അപ്പോൾ അത് തേച്ചതാണ് ഞാൻ. തേക്കുന്ന ഓരോ പാക്കും പിറ്റേ ദിവസം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. നല്ല ബ്ലാക്ക് തോന്നുന്നുണ്ടോ? വേറെ എണ്ണ ഒന്നും ഞാൻ തേച്ചില്ല. ഇന്നലെ പാക്ക് തേച്ചപ്പോൾ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എണ്ണമയം തോന്നുന്നുണ്ട് മുടിക്ക്, ബ്ലാക്കും തോന്നുന്നുണ്ട്. അപ്പം ആരോ എന്നോട് ചോദിച്ചു ഇങ്ങനെ പാക്ക് തലേ ദിവസം എടുത്ത് വെക്കണോന്ന് ചോദിച്ചു. തലേ ദിവസം എടുത്ത് വെച്ചാലും നല്ലതാ കേട്ടോ. അപ്പൊ ഇരുമ്പ് ചട്ടിയിൽ തലേ ദിവസം എടുത്ത് വെക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചോളൂ. പിറ്റേ ദിവസം അതെടുത്ത് അപ്ലൈ ചെയ്തോളൂ. നല്ലതാ കേട്ടോ. അപ്പൊ തന്നെ തേക്കണവര് അപ്പൊ തന്നെ വേണമെങ്കിൽ തേക്കാം. ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ അയണിന്റെ എല്ലാം സത്തും അതിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ കളറിൽ ചെറിയൊരു ബ്ലാക്ക് കൂടിയ കളറായിരിക്കും, ചേഞ്ച് ഉണ്ടാവും കേട്ടോ. നല്ലതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം എടുത്ത് വെച്ചോളൂ. അതും ഇരുമ്പ് ചട്ടിയിലായിരിക്കണം കേട്ടോ. അങ്ങനെയും തേക്കാം. അപ്പോൾ ഇത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. മുടി ഉരുപ്പൊക്കെ ഈ പൊട്ടറ്റോ പീലും ഒലിവ് ഓയിലും കൂടി തേച്ചിട്ട് എങ്ങനെ റിസൾട്ട്? അപ്പൊ അത് മുടി കൊഴിച്ചിലൊക്കെ ഒരുവിധം കുറഞ്ഞു വരും കേട്ടോ. ഫസ്റ്റ് തന്നെ തേക്കുമ്പോഴത്തേക്കും അല്പം ആശ്വാസം നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ റിസൾട്ടൊക്കെ പറയണം എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതുപോലെ പാക്കും ജെല്ലും എണ്ണയും ഒക്കെ മാറി മാറി തേച്ചോളൂ. പാക്ക് ഡെയിലി ഇട്ടാലും മുടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ചെയ്യുന്ന. മുടി എപ്പോഴും വരണ്ടതായിട്ടിരിക്കരുത്, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജെല്ലുകളും എണ്ണകളും പാക്കും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്നത് തന്നെ നിർബന്ധമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തന്നേക്കാം ഓരോരുത്തരുടെയും. മുടി എന്തായാലും എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വരണ്ടിരിക്കും, അഴുക്കുണ്ടാവും. അപ്പൊ മുടിയൊക്കെ നോക്കൂ, കണ്ട ഷാമ്പു എണ്ണ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ കഴുകി കളഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ഉപയോഗിക്കാറുമില്ല കേട്ടോ ഷാമ്പും പിന്നെ സോപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എണ്ണയും ഇട്ടിട്ടില്ല, പക്ഷെ എണ്ണമയം ഉണ്ട് ഉണ്ടാവും. നമുക്ക് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, സോപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം. നല്ല റിസൾട്ടായിട്ടാവും. ഏറ്റവും നല്ല പഴമയുടെ പുതുമ എന്ന് പറയുന്ന പോലെ അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുടി മസാജ് ചെയ്തുകൊണ്ടിരിക്കുക, കോംബ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വിടുത്തിയിട്ട് ജടയോടുകൂടി കോംബ് ചെയ്യരുത് കേട്ടോ. ജട വിടുത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത്.